നമ്മുടെ കുട്ടികൾക്കും കൗമാരക്കാർക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് മേക്കപ്പ്. ഫംഗ്ഷനുകൾക്ക് പോകുമ്പോൾ മാത്രമല്ല, സ്കൂളിലും കോളേജിലും പോകുമ്പോൾ പോലും മേക്കപ്പ് വേണമെന്ന് നിർബന്ധമുള്ളവരാണ് പലരും. ഇപ്പോഴാണെങ്കിൽ ലിപ്സ്റ്റിക് തരംഗമാണ് എവിടെയും. സൗന്ദര്യം കൂട്ടാൻ ഒപ്പം കൂട്ടുന്ന ലിപ്സ്റ്റിക്കുകളും അതുപോലുള്ള ചില മേക്കപ്പ് വസ്തുക്കളും അതീവ അപകടകാരികളാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ കൃത്യമായി ആഹാരം കഴിച്ചോ, പുസ്തകങ്ങളൊക്കെ എടുത്തോ എന്നൊക്കെ അന്വേഷിക്കുന്നതിനൊപ്പം ഇനി മുതൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ബാഗിൽ വല്ല ലിപ്സ്റ്റിക്കോ ഐലൈനറോ ഫേസ് ക്രീമോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന്. കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ കാര്യം അതീവ ഗൗരവമുള്ളതാണ്. നമ്മുടെ കൊല്ലം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വളരെ വലിയൊരു ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, നമ്മുടെ സ്കൂളുകളെ ലിപ്സ്റ്റിക് വിമുക്ത ക്യാമ്പസുകളാക്കുക. പല സ്കൂളിലെയും അധ്യാപകർ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്ലാസ് ബ്രേക്കുകളിലും മറ്റും കുട്ടികൾ ബാത്റൂമിലോ ഡെസ്കിനടിയിലോ ഒക്കെ ഇരുന്ന് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. കൂട്ടുകാരികൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ കൗതുകം കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നതിന്റെ അപകടം അവർക്കറിയില്ല. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ നടത്തിയ ഒരു പഠനത്തിൽ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ കുട്ടികളിൽ വൻകുടലിലെ ക്യാൻസർ കേസുകൾ വളരെ വേഗം കൂടുകയാണത്രേ. നമ്മുടെ വിപണിയിൽ നിന്ന് വാങ്ങുന്ന വില കുറഞ്ഞതും അല്ലാത്തതുമായ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ മാരകമായ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ നിന്ന് പിടിച്ചെടുത്ത ലിപ്സ്റ്റിക്കുകളും ക്രീമുകളും അനുവദനീയമായതിലും പല മടങ്ങ് മെർക്കുറി ഉണ്ടായിരുന്നു എന്നതായിരുന്നു കണ്ടെത്തൽ. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ ചർമ്മം വളരെ മൃദുവും നേർത്തതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് കൂടുതലും അപകടകരമാണ്. കേവലം അലർജിയിൽ മാത്രം ഒതുങ്ങുന്ന ദുരന്തമല്ല ഇത് കുട്ടികളിൽ സൃഷ്ടിക്കുന്നത്. ഹോർമോൺ വ്യതിയാനങ്ങൾ, വളർച്ചാ മുരടിപ്പ്, ആന്തരിക അവയവങ്ങൾക്ക് തകരാർ, കൂടാതെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് വരെ ഇത് എത്തുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കൊല്ലം മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാറാണ്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണവും ആരംഭിച്ചിട്ടുണ്ട്. ഓർക്കുക, നമ്മുടെ കുട്ടികളുടെ സ്വാഭാവികമായ മുഖഭംഗിയേക്കാൾ വലുതല്ല ഈ കൃത്രിമ സൗന്ദര്യം. കൃത്രിമ സൗന്ദര്യത്തെക്കാൾ വലുതാണ് നമ്മുടെ ആരോഗ്യവും ജീവനും.